നമസ്തേ. ഐ ആം ഉത്തമൻ കെ കോടിയേരി. ഭഗവത്ഗീത ദി സയൻറ്റിഫിക്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ വിശിഷ്ടമായ അതിസുന്ദരമായ ഈ ഭൂമി, ഭാരതഭൂമിയെക്കുറിച്ചാണ്. അതിസുന്ദരമായ ഈ ഭഗവത്ഗീത തന്നെ അതിന് ദൃഷ്ടാന്തമാണ്. ഭഗവത്ഗീത ഊന്നിയുള്ളതാണ് ഇവിടുത്തെ സംസ്കാരം മുഴുവൻ. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ഓണം ആഘോഷിക്കുകയാണ്. എങ്ങും ഓണത്തിൻ്റെ ആഘോഷമാണ്, അതിഗംഭീരമായ ആഘോഷങ്ങൾ. അപ്പോൾ എന്തിനാണിങ്ങനെ ആഘോഷം? അങ്ങനെയൊരു മഹാബലി ഇവിടെ രാജ്യം ഭരിച്ചിരുന്നു. അസുര ചക്രവർത്തിയായിരുന്നു. അത് മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ളവുമില്ല, പൊളിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. അത്രയും അതിസുന്ദരമായ ഒരു ലോകമായിരുന്നു അന്ന്. അത് അനുസ്മരിക്കാനാണ് ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. മാവേലി സ്വന്തം ജനങ്ങളെ കാണാൻ ഭൂമിയിലേക്ക് വരുന്ന അത് ആഘോഷിക്കുകയാണ്. നമ്മൾ ആരും ദരിദ്രരായി കാണാൻ പാടില്ല. അത് വിഷ്ണു കൂടെ ഉണ്ടായിരിക്കും. വിഷ്ണു അപ്പോൾ അങ്ങനെ ശപിക്കും എന്നാണ് പറയുന്നത്, അങ്ങനെയുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരുടെയും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും, സ്വർണ്ണ സ്ഥാപനങ്ങളും, ഇലക്ട്രോണിക് സ്ഥാപനങ്ങളും, എന്തെല്ലാം ഗൃഹോപകരണ സ്ഥാപനങ്ങളും, അങ്ങനെ എല്ലാം തന്നെ ഓണത്തിൽ ആറാടിക്കുകയാണ്. അപ്പോൾ അതിഗംഭീരമായ ഓഫറുകളാണ്. 75% വരെ റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ പോയി എല്ലാവരും അതിൽ വലയിൽ വീണ് പോകല്ലേ എന്ന് ഞാൻ ആദ്യമായി പറയുകയാണ്. ആദ്യം ഞാൻ പറയുന്നത്, വലയിൽ വീണ് പോകല്ലേ. ഞാനൊരു ഭാര്യയും കൂടി ഒരു വലിയൊരു തുണി ഷോപ്പിൽ പോയി. അപ്പോൾ അവിടെ ഒരു സാരിക്ക് 3000 രൂപ, 50% റിഡക്ഷൻ. പയ്യനൊരു ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ ചോദിച്ചു, ഇത് 4 വർഷം മുന്നേ 400 രൂപയ്ക്ക് വിറ്റിട്ട് ബാക്കിയായ സാരി നന്നാക്കിയെടുത്ത് 3000 രൂപ വിലയിട്ടതല്ലേ? അതിന് 50% റിഡക്ഷൻ അനുവദിച്ചിട്ട് 1500 രൂപയ്ക്ക് നൽകുന്നു സാരി. എത്രയുടെ സാരിക്ക്? 400 രൂപയുടെ. അപ്പോൾ ആർക്കാണ് റിഡക്ഷൻ? ആർക്കാണ് വലിയ ലാഭം? നമുക്ക് വലിയ ലാഭമാണല്ലേ വാങ്ങിയാൽ. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഞാൻ 29 വർഷമായി ഒരു ഗ്യാസ് സ്റ്റവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ സ്റ്റവ് 20 വർഷം നിന്നു, രണ്ടാമത്തെ സ്റ്റവ് 9 വർഷം നിന്നു. ഇപ്പോൾ ഒരു സ്റ്റവ് വാങ്ങിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ 4500 എത്രയോ വിലയുണ്ട് എഴുതി വെച്ചത്. അപ്പോൾ സാധനം വാങ്ങി നോക്കിയ സാധനം അതേപോലെയുള്ള സാധനം പെട്ടിയിൽ വെച്ച് തന്നിട്ട് ഇവിടെ വെച്ച് നോക്കുമ്പോൾ സ്റ്റൗ ബർണറും ഫ്ലെയിമും ഒക്കെ വളരെ മേലെയായിട്ട് 1 ഇഞ്ചോളം ഉയരത്തിലാണ് ഫ്ലെയിം പാത്രത്തിന് തട്ടുക. ശരിക്കും പറഞ്ഞാൽ 1/2 സെൻറ്റിമീറ്റർ ഉയരത്തിൽ മാത്രമേ, ബർണറിൽ നിന്ന് 1/2 സെൻറ്റിമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പാടുള്ളൂ. ഇത് ശരിക്കും പകുതിയും ചൂട് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ 2 മാസം എത്തുന്ന ഗ്യാസ് വെറും 1 മാസം എത്തുകയുള്ളൂ.
അത് അടുത്ത ദിവസം പോയി അവരെന്ത് കത്തിച്ച സ്റ്റവ് മാറ്റി തരുക മാറ്റിയിട്ടില്ല. സ്റ്റവ് മാറ്റി തന്നിട്ട് കത്തിക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുക? അങ്ങനെയുള്ള അതിൻ്റെ ബില്ലെടുത്ത് നോക്കുമ്പോഴാണെങ്കിലോ അതിൻ്റെ വില 3630 അതിൽ 2 GST 360 മേലെ വേറെ ഒരു GST കൂടി ഉണ്ട്. അതങ്ങനെ നോക്കിയില്ല. അങ്ങനെ എത്രക്കും വളരെ ഉദാരമായ വിൽപ്പനകളാണ് എവിടെ നോക്കിയാലും. നമ്മൾ അങ്ങനെ ആ വിൽപ്പന, അങ്ങനെ ഉദാരമായ വിൽപ്പന നമ്മളത് വളരെ ആഘോഷിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, എനിക്ക് ഇന്ന് ലോകത്ത് മുഴുവനും നമ്മുടെ ഭാരതത്തിൻ്റെ ഇത് തന്നെ സ്ത്രീകളുടെ ചാരിത്രത്തെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ചാരിത്രം. അത് സംരക്ഷിക്കേണ്ടതാരാണ്? ചാരിത്രം ആദ്യം അമ്മമാരും അച്ഛന്മാരും ഒക്കെ കുട്ടികളെ പഠിപ്പിച്ച് ഇതാക്കും. ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ അവർ തന്നെയാണ്. എന്നിട്ട് ആ ചാരിത്രം പണയം വെച്ചോ വിറ്റോ ഒരു തരത്തിലും പെൺകുട്ടികൾ ഒന്നിനും ഒരു കാര്യവും സമ്മതിക്കുകയില്ല, ചെയ്യുകയുമില്ല. അപ്പോൾ അത് ആരാണ്? ഇപ്പോൾ സിനിമാ ലോകത്തൊക്കെ ഞാൻ കണ്ടതുപോലെ പഴയ കാലത്തൊക്കെ ഇപ്പോഴും ഞാൻ കാണാറില്ല, ഒരു 2 ബലാത്സംഗമെങ്കിലും ഇല്ലെങ്കിൽ സിനിമ വിജയിക്കില്ല. ആ ബലാത്സംഗത്തിനൊക്കെ സ്ത്രീകൾ പോകുന്നു. ആ സ്ത്രീകളൊക്കെ ഞങ്ങളെ ബലാത്സംഗം ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് അത് തയ്യാറായിട്ടാണ് പറഞ്ഞിട്ട് പരാതി കൊടുത്താൽ എന്തായിരിക്കും? എത്ര പ്രാവശ്യം ഈ നടന്മാരെയൊക്കെ ഭസ്മമാക്കണം? നമ്മളെ ഉപദ്രവിച്ചിട്ടെങ്കിൽ തീർച്ചയായും അവനെ കേസിന് വിടുകയല്ല വേണ്ടത്. പെൺകുട്ടിയെ, ബാലികമാരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു കേസിന് വിടാൻ പാടില്ല. നമ്മൾക്ക് മനസ്സിരിക്കും അവൻ ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രാന്തൻ നായയെ പോലെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഭ്രാന്തൻ നായയെ കൊല്ലുന്നത് പോലെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതാണ് അവർക്ക് വേണ്ട ശിക്ഷ. പിന്നെ ഈ ബലാത്സംഗം എന്ന് പറയുന്നതും, സാധാരണ ബലാത്സംഗം എന്ന് പറയുന്നതും സ്വാഭാവികമായും പലപ്പോഴും ഈ സ്ത്രീയുടെ സമ്മതത്തോടു കൂടിയായി തീരും. അല്ലെങ്കിൽ ഈ ബലാത്സംഗം അഭിനയിച്ചവരൊക്കെ അപ്പാടുന്ന് നിർത്തിക്കളയുമെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ വിശ്വസിക്കുന്നുണ്ടോ? ആരെങ്കിലും വിശ്വസിക്കുമെന്ന് അവർ കരുതുന്നുണ്ടോ? അതൊന്നുമില്ല. അപ്പോൾ എന്തിനൊക്കെയോ ആരൊക്കെയോ ജീവിതമാർഗം മുട്ടുമ്പോൾ പലതും ആവശ്യപ്പെടുന്നു. എന്നോ നമുക്കൊന്നും അറിയില്ല. സിനിമാ ലോകത്തെക്കുറിച്ച് അതിനെപ്പറ്റിയൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇനിയും ഒരു കാര്യം പറയാൻ പോകുന്നത്, നിങ്ങൾ ഈ കാര്യത്തിന് കുറേ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു 100 സബ്സ്ക്രൈബെങ്കിലും വരണം. എന്താണെന്ന് പറഞ്ഞാൽ നാട് നിറച്ചും മുഴുവനും ഇപ്പോൾ വാഴകൾ ഇല കാർന്ന് ഒരു മുഴുവൻ ഒരു ദിവസം കൊണ്ട് ഇല തിന്നാം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പോയി വരുമ്പോൾ 2 ഇല, ഒരു വാഴയുടെ 2 ഇല തിന്നിരിക്കുന്നു. ഞാൻ ഉടനെ ഒരു സംഗതി പ്രയോഗിച്ചു. പിന്നെ അതിൻ്റെ മേലെ 2 ഇല വന്നു. ഒരു കുഴപ്പമില്ല, എവിടെയും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പബ്ലിക്കായിട്ട്. നിങ്ങളെ ഇതിന് സബ്സ്ക്രൈബ് ചെയ്ത് കുറേ ഒരു 100 ആളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ വേറെയായിട്ട് മാറിക്കളയും. അതുകൊണ്ടാണ് എനിക്കങ്ങനെ വേറെ അബദ്ധം പത്രത്തിൽ കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇന്ന് 2 ദിവസം കൊണ്ട് എനിക്ക് പ്രഖ്യാപിക്കണമെന്നുണ്ട്. ഓക്കെ, ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഇതിനെ, ഞാൻ പലതും എനിക്ക് പറയാനുണ്ട് വേറെ, അതെല്ലാം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അത് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരിക്കലും ദോഷമായി പഠിക്കേണ്ട ഒരുപാട് കാര്യം പറയാനുണ്ട്. ഓക്കെ.